ഹൈപ്പവർ കമ്മിറ്റി അംഗം ഇസ്ഹാഖ് കുരിക്കൾ മുസ്ലിമാണ്. ഇസ്ഹാഖ് കുരിക്കൾ മഞ്ചേരിയിലുള്ള ഹൈപ്പവർ കമ്മിറ്റി അവിടെ തിരിച്ചലിക്കലല്ല, 12.5 വോൾട്ട് അല്ല. ഇസ്ഹാഖ് കുരിക്കൾ 6 കൊല്ലം മുമ്പ് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് കുറെ കാലം ശയ്യാവലംബിയായി കിടന്നുപോയി. ദുഃഖകരമായിരുന്ന അനുഭവം. അദ്ദേഹം നന്നായി വന്നിട്ടേ ഉള്ളൂ. അലോപ്പതി, ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോ എല്ലാ മരുന്നും കഴിച്ചു. പക്ഷെ സുഖം ആയില്ല, അസുഖം ഭേദമായില്ല. ആർക്കും പ്രയാസം ഉണ്ടാവും. അങ്ങനെ നിരാശനായി, ഹതാശനായി, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് കിടക്കെ തന്നെ കിടക്കുക. പാവം. മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവാണ്, സൗമ്യനാണ്, നല്ല മനുഷ്യനാണ്. മഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ വീട്. എന്ത് ചെയ്തിട്ടും ഭേദമില്ലാതെ ആകെ നിരാശനായി കിടക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞത്, ഒരിക്കലെ നമ്മുടെ മാതാ അമൃതാനന്ദമായി മഞ്ചേരിയിൽ വരുന്നുണ്ട്, നമ്മളൊന്ന് പോയി നോക്കുക. മുങ്ങിച്ചാവുന്നവൻ അറിയാം, കച്ചിത്തുരുമ്പ് പിടിച്ചാൽ മുറിഞ്ഞു പോകുന്നു. എന്നാ പിടിക്കാതൊക്കെയോ? ഇല്ല, പിടിച്ചു നോക്കും. കാരണം അത്ര ഗതികേടില്ല. ഒരിക്കലും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. ചോദ്യം NDF-നോടാ. സ്നേഹബന്ധങ്ങൾക്ക് വഴങ്ങിയും പ്രയാസത്തിന്റെ പടുകുഴിയുടെ ആഴം പരിഗണിച്ചും ഇസ്ഹാഖ് കുരിക്കൾ ഒരാഴ്ച കഴിഞ്ഞെത്തി വന്നെത്തിയ അമൃതാനന്ദമയ്യെ സന്ദർശിച്ചു. അമൃതാനന്ദമയ്യെ സന്ദർശിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ അറിയാമോ? പൂജ കഴിഞ്ഞ ഭസ്മവും കളവും എന്നല്ല കൊടുക്കുക. 36 കെട്ടിപ്പിടിച്ചിട്ട് പറയും ചെവിയിൽ ഒക്കെ ശരിയാവും, ഈ പൊയ്ക്കോ. അത് ഓരോരുത്തരുടെ ശീലിയാണ്. അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെ പരിപാടി. അമൃതാനന്ദമയി ആലിംഗനം ചെയ്ത് ഈ ഇസ്ഹാഖ് കുരിക്കളോട് പറഞ്ഞു, മോനെ ബേജാറാവണ്ട, ദൈവം ഒക്കെ സുഖപ്പെടുത്തും. ഇസ്ഹാഖ് കുരിക്കൾ കുരക്ക് പോലും ചെയ്തു. പിറ്റേന്ന് രാവിലെ, ഈ പരിപാടി നടന്നതിന്റെ പിറ്റേന്ന് രാവിലെ, മുസ്ലിം ലീഗിന്റെ മുസായിഫായ ചന്ദ്രിക ഒഴികെ ബാക്കി എല്ലാ പത്രങ്ങളിലും ഈ ചിത്രം വന്നു. വാർത്ത ചിത്രം സഹിതം. എന്റെ നാടൊരു കുഗ്രാമം. 2-3 പീടിയാകേണ്ടത്. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ആ പീടിയിലേക്ക് ഇറങ്ങിയപ്പോ രാവിലെ ഉണ്ട് മാതൃഭൂമി ഇങ്ങനെ നിരന്ന് കിടക്കുക. ഇസ്ഹാഖ് കുരിക്കളെ കെട്ടിപ്പിടിക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ചിത്രം. അനുഗ്രഹാശസ്സുകൾ സ്വീകരിക്കുന്നു അമൃതാനന്ദമയിൽ നിന്ന് കുരിക്കൾ എന്ന അടിക്കുറിപ്പ്. ഞാനിതിങ്ങനെ വായിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ വാർഡ് പ്രസിഡന്റ് ഔക്കർട്ടിയാജി, അബൂബക്കർ ഉട്ടിയാജി എന്നാ മലയാളം, ഞാൻ ചുരുക്കി പറയാം, ഔക്കർട്ടിയാജി എന്നാ വിളിക്കുക. മുമ്പര് വരിക, മുമ്പര് മുന്തിയ വളവന, പൂച്ചേനെ പിടിച്ച് മേലോട്ടിട്ട മാതിരി എങ്ങനെ പോണാലും 4 കാലിലുള്ള അയാൾ വീഴുക. എന്തും വളച്ച് പിരിച്ച് ലീഗിന് അനുകൂലമാക്കും. അങ്ങനെ വന്നപ്പോ എനിക്കൊരു ചാൻസ് കിട്ടിയല്ലോ. കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. കിട്ടിയ ചാൻസിൽ ഞാൻ പറഞ്ഞു, ഔക്കർട്ടിയാജിയെ നിങ്ങളിത് കണ്ടോ? ഏത്? അമൃതാനന്ദമയിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഇസ്ഹാഖ് കുരിക്കളുടെ ചിത്രം ഉണ്ടല്ലോ, മോശമായിപ്പോയില്ലേ? മൂപ്പരാകെ പരിങ്ങൽ വരി മുന്തിയ വളവനാട്ടോ. മാതൃഭൂമി ഇങ്ങോട്ട് വാങ്ങിയിട്ടുള്ളൂ. എവിടെ നോക്കട്ടെ എന്നാണ് മൂപ്പര് പത്രം ഇങ്ങോട്ട് വാങ്ങി ഇങ്ങനെ കുടഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ അച്ഛൻ അടുപ്പിക്കുക എന്തെങ്കിലും ആട്ടെ, അല്ല അച്ഛനൊക്കെ ഒന്ന് അടുപ്പിക്കാൻ. എവിടെ ഞാൻ വായിച്ചു നോക്കട്ടെ. കണ്ണടയൊക്കെ ഇങ്ങോട്ട് വെച്ച് മൂപ്പര് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, കോളേജിലും സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ? നമ്മളത്ര പോയിട്ടില്ല, അതിന്റെ അത്ര വിദ്യാഭ്യാസം നമുക്ക് പോരാ. പക്ഷേ ഒരു കാര്യം വായിക്കുമ്പോൾ മര്യാദയ്ക്ക് വായിക്കണം. ലീഗിനോടുള്ള ദേഷ്യം തെച്ചിട്ട് എന്തെങ്കിലുമായിട്ട് പറഞ്ഞുകൂടരുത്. പടച്ചോനെ, ഞാൻ കഴിഞ്ഞല്ലോ. അബദ്ധമായോ? ഔക്കർട്ടിയാജിനെ കണ്ട അമിതാവേശത്തിൽ അബദ്ധം പറ്റിയോ? അമൃതാനന്ദമായി കുരിക്കളെ കെട്ടിപ്പിടിക്കുന്നതല്ലേ? ഇടങ്ങാറായോ? എല്ലാം കൂടി വിചാരിച്ച് ഞാൻ ചോദിച്ചു, എന്തേ കുരിക്കളെ, അല്ല എന്തേ ഔക്കർട്ടിയാജി? എന്തുണ്ടാവാൻ? എന്താ പറഞ്ഞത്? അമൃതാനന്ദമയി കെട്ടിപ്പിടിക്കാന്നല്ലേ? ഇത് അമൃതാനന്ദമയി അല്ല, അതിർമാന്റെ അമ്മായിയാണ്. അതിർമാന്റെ അമ്മായി. നീ അതിർമാന്റെ അമ്മായിയാണ് കെട്ടിപ്പിടിക്കാൻ സർവ്വണ്ടോ ഇസ്ലാമില്? സ്വസമുദായത്തിലെ സ്ത്രീകളുമായി പോലും സംവദിക്കുകയോ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ അള്ളാഹു പാലിക്കണമെന്ന് പറഞ്ഞ അകലം പാലിക്കുന്നതാണ് ഉചിതം. അല്ലാഹ് എങ്ങനെ? സ്വസമുദായത്തിലെ സ്ത്രീകളുമായി പോലും സംവദിക്കുകയോ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യേണ്ടി വരുമ്പോൾ അള്ളാഹു പാലിക്കണമെന്ന് പറഞ്ഞ അകലം പാലിക്കുന്നതാണ് ഉചിതം. തൊടുക, മാന്തുക, കെട്ടിപ്പിടിക്കുക, ലോക്യം പറയാ മാണ്ട എന്നാ പടച്ചവൻ പറഞ്ഞത്. അമൃതാനന്ദമയിയുടെ കരവലയത്തിൽ ഒതുങ്ങി അനുഗ്രഹാശസ്സുകൾ സ്വീകരിക്കുന്ന ഇസ്ഹാഖ് കുരിക്കളെ വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല ഞാൻ ഈ പറഞ്ഞത്. മാനവികതയുടെ മഹാമണ്ഡലത്തിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്തിന്റെ പേരിലാണെങ്കിലും അദ്ദേഹം ക്ഷമയറ്റ് സഹികെട്ട് നിരാശനായി കിടക്കുന്ന സമയത്ത് ആരെ പോയി കാണുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ തലശ്ശേരി മുബാറക്ക് ഹൈസ്കൂളിലെ 1 മുതൽ 10 വരെ അവിടെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു ഗുരുമുഖത്തു നിന്ന് പാഠങ്ങൾ ഹൃദയസ്ഥമാക്കി ഉച്ചക്കഞ്ഞി വിളമ്പുമ്പോൾ ഒരു പാത്രത്തിൽ നിന്നും വാരി തിന്നുന്ന ആയിഷയും അബൂബക്കറും അരവിന്ദാക്ഷനും മുകുന്ദനും മുസ്തഫയുമെല്ലാം 4ാം ക്ലാസ്സിലെ കുട്ടികളെ എക്സ്കർഷന്, പഠനഘോഷയാത്രക്ക് ഒരു ബസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് യാത്ര ചെയ്തു, സീറ്റിലിരുന്ന് യാത്ര ചെയ്തു എന്നതിന്റെ പേരിൽ തലശ്ശേരിയിൽ NDF-കാർ ആ വണ്ടി തടഞ്ഞു നിർത്തുകയും ഡ്രൈവറെയും ക്ലീനറെയും വെട്ടുകയും പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകിയ അധ്യാപികമാരെ മുടിക്കുത്തിന് പിടിച്ച് അടിവയറ്റിനെ ചവിട്ടുകയും ചെയ്തു. ആണിനെയും പെണ്ണിനെയും ഒരു ബെഞ്ചിലിരുത്തി എക്സ്കർഷന് കൊണ്ടുപോകണോ ഹിമാറെ എന്ന് ചോദിച്ചിട്ട്. 4ാം ക്ലാസ്സിലാ പഠിക്കുന്ന കേട്ടോ. സാധാരണ 9 വയസ്സാണ്ടാവും. MSF 18 ഉണ്ടോ? 118 അടക്കിയിട്ട് സാധാരണ കുട്ടികൾ 4ാം ക്ലാസ്സിൽ 9 വയസ്സാണ്ടാവുക.
9 വയസ്സുള്ള ആണും പെണ്ണും ഒരുമിച്ച് ഒരു സ്കൂളിലെ പഠനയാത്രയ്ക്ക് പോയപ്പം ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്തു എന്നതിന്റെ പേരിൽ അത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് വാളുമൂർച്ച കൂട്ടിയവർ, കുന്തം കൂർപ്പിച്ചവർ, വടിവാള് വീശിയവർ എന്ന ഇസ്ലാ ഗുരുക്കളുടെ ഈ നിലപാടിനെതിരെ പ്രതികരിച്ചില്ല. അന്യ സമുദായത്തിൽ നിന്നും കല്യാണം കഴിക്കുന്നതിന്റെ പേരിൽ കൊടുവാള് വീശുന്ന മുസ്ലിം ലീഗിന്റെ തീവ്രവാദി വിഭാഗം NDF കേരളത്തിൽ നിന്നും പോയ നല്ല പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് അഹമ്മദ് സാഹിബിന്റെ മൂത്ത മകൻ നാസിർ അഹമ്മദ് 7 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച ബീവിന്റെ പേരറിയോ? ചോദിച്ചു നോക്കോ. ആയിഷ, ഖദീജ അല്ല, എൻഗ്രോപ്റ്റിക്കാന ഡെൻഗ്ലോപ്റ്റിക്കാന. നാളെ പുതിയ മക്കളുടെ അതല്ല പേര്, കിച്ചനിലേക്ക് പറഞ്ഞതാ. കാലിഫോർണിയയിലെ കോടീശ്വരനായ ക്രിസ്ത്യൻ പ്രമാണിയുടെ മൂത്ത മകളാണ് എൻഗ്രോപ്റ്റിക്കാന ഡിംഗ്ലോപ്റ്റിക്കാന. അഹമ്മദ് സാഹിബിന്റെ മോനാണ് കല്യാണം കഴിച്ചത്. 35 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തിലെ രാജ്യസഭയിൽ അംഗമായിരുന്നു ബീവി അബ്ദുള്ള കോയ സാഹിബ്. ആദരണീയൻ അന്തരിച്ചു പോയി. അദ്ദേഹത്തിന്റെ 3 മക്കൾ കോഴിക്കോട്ടാ താമസിക്കുന്നത്. 2 മക്കൾ, 3 മക്കളിൽ ഒരുത്തനെ ഇസ്ലാമിനെ കെട്ടിയിട്ടുള്ളൂ. 2 മക്കളിൽ ഒരുത്തൻ നായരെ, ഒരുത്തൻ ക്രിസ്ത്യാനിയെ. തെറ്റാണെന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. NDFന്റെ സമീപനം എന്താണെന്നാണ്. നിങ്ങൾ പറയുമ്പോ ചക്കരി, ഞങ്ങൾ പറയുമ്പോ കൊപ്പരിയ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മതത്തിന്റെ പടിയടച്ച് പുറത്താക്കാൻ ഫത്വ പുറപ്പെടുവിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളെ നിങ്ങൾക്ക് മാപ്പില്ല. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കുഞ്ഞാലിക്കുട്ടി ആവോളം സ്വീകരിക്കുന്നു NDFനെ. ഞാൻ നിർത്തുകയാണ്, നേരല്ല. കുഞ്ഞാലിക്കുട്ടിയും NDFനെയും തമ്മിൽ വല്ലാത്ത അടുപ്പാണ്. കാളിദാസൻ ശാകുന്തളത്തിൽ പാടിയിട്ടുണ്ട്, മുനികന്യകയിൽ നിന്ന് മാൻപേട അഭ്യസിച്ചതാണോ, മാൻപേടയിൽ നിന്നും മുനികന്യക കടം കൊണ്ടതാണോ, ഇവിടുന്ന് അങ്ങോട്ട് കിട്ടിയതാണോ, അവിടെ ഇങ്ങോട്ട് കിട്ടിയതാണോ എന്ന്. ഇവിടുത്തെ ലീഗിന് മനസ്സിലാവാൻ വേണ്ടി പറയാം, NDFന് തിരിയാൻ വേണ്ടി പറയാം. മാൻപേടയും മുസ്ലിമിന്റെ മുനികന്യകൊക്കെ വിടുക. നേന്ത്രപ്പഴം കണ്ടിട്ടില്ല നിങ്ങൾ? എന്താ നേന്ത്രപ്പഴത്തിന്റെ നിറം? നല്ല മഞ്ഞ. നേന്ത്രക്കായിന്റെ നിറം പച്ച. പൂവങ്കായി പഴുത്താലോ നല്ല മഞ്ഞ, പഴുത്തില്ലെങ്കിലോ നല്ല പച്ച. കദളിപ്പഴം ചെറുത്, പഴുക്കുന്നതിന് മുമ്പ് പച്ച, പഴുത്താ മഞ്ഞ. ഏത് വാഴപ്പഴവും പഴുത്താ മഞ്ഞയാണ്, പഴുത്തില്ലെങ്കിൽ പച്ചയാണ്. എന്നാ പണ്ടാറടക്ക റോബസ്റ്റോക്കിങ്ങൾ അൽഹംദുലില്ലാ, പഴുത്താലും കുരുപ്പ് പച്ച, പഴുത്തില്ലെങ്കിലും പണ്ടാറടക്കം പച്ച. ഏതാണ്ട് റോബസ്റ്റ കൊലയിലേക്ക് നോക്കും പോലെയാണ് സമീപകാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രകടനത്തിലേക്ക് നോക്കിയാൽ. ഏതാ NDF, ഏതാ മുസ്ലിം ലീഗ് എന്ന് തിരിയുന്നില്ല. അതിരുകൾ മാഞ്ഞു പോയിരിക്കുന്നു, അസ്പൃശ്യത അവസാനിച്ചിരിക്കുന്നു, തൊട്ടുകൂടായ്മ തീർന്നു പോയിരിക്കുന്നു. ലീഗും NDFും ഒന്നായിരിക്കുന്നു, എളാപ്പ മൂത്താപ്പ മക്കളായിരിക്കുന്നു. ഞാനൊരു 5-10 കൊല്ലം മുമ്പ് എന്റെ കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ ഈ താമരശ്ശേരി ഉണ്ടല്ലോ, അവിടെ ഒരു പൊതുയോത്ത് പ്രശ്നം. നമ്മുടെ ഗവൺമെന്റ് വരുന്നതിന് മുമ്പാ, അല്ല പോണതിന് മുമ്പാ നമ്മുടെ VS ഭരിക്കുന്നത്. താമരശ്ശേരി പൊതുയോത്ത് പ്രസംഗിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഈ NDFനെയും SDPയെയും ഒക്കെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു, പാട്ടുപാടി ഉറക്കുന്നു, പായസം വെച്ച് കിടക്കുന്നു എന്നൊക്കെ പ്രസംഗിച്ചു. ഞാൻ അധികാരം കിട്ടാനാണ്, മന്ത്രിയാവാനുള്ള പുതിയോണ്ടാണെന്ന് ചേർത്ത് പറയുകയും ചെയ്തു. പ്രസംഗം കഴിഞ്ഞ് പെട്ടിപ്പിടി എന്നൊരു കട്ടച്ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ DYFയുടെ യൂണിറ്റ് സെക്രട്ടറി ഒരു ചെറുപ്പക്കാരൻ എന്നെ പരിചയപ്പെടുത്തി. സഖാവെ ഇങ്ങോട്ട് ഒന്ന് കാണാൻ വന്നതാ, നല്ലൊരു ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചപ്പോ പേര് റഷീദ് എന്നാ, യൂത്ത് ലീഗിന്റെ യൂണിറ്റ് സെക്രട്ടറിയാ, നല്ല ചെറുപ്പക്കാരൻ. എന്നോട് കൈയൊക്കെ തന്നിട്ട് പറഞ്ഞു, പ്രസംഗമൊക്കെ നന്നായി, പക്ഷെ കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾ ദേശം അധികം പറഞ്ഞു. ഞാൻ ചോദിച്ചല്ല, അബദ്ധം പറ്റിയോ? നമ്മളിപ്പോ അബദ്ധം എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലും നാക്കുപിഴ പറ്റിയിട്ട് വിവരക്കേടോ അല്ലെങ്കിൽ മോശപ്പെട്ട പദം എന്തെങ്കിലും പറഞ്ഞു പോയോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരുത്താൻ നാളത്തെ പ്രസംഗത്തിൽ ഉണ്ടാവരുതല്ലോ. ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കരുതെന്ന CPMന്റെ ധാരണ. ഞങ്ങളതൊന്നും അംഗീകരിക്കാത്ത പാർട്ടിയാണ്. എന്തെങ്കിലും മനുഷ്യന്റെ ഭാഗമായി തെറ്റ് പറ്റിപ്പോയിട്ട് നാളെ തിരുത്താം. കുഞ്ഞാലിക്കുട്ടീനെ രാഷ്ട്രീയമായിട്ടല്ലാതെ വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു വിരോധമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, അയ്യോ അതൊന്നല്ല, ഞങ്ങൾ വാക്ക് തെറ്റിയിട്ടല്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞില്ലേ മന്ത്രിന്റെ ആവാനുള്ള കൊതിയോണ്ടാണ്, മന്ത്രിസഭയെ കയറാനുള്ള കൊതിയോണ്ടാണ് കുഞ്ഞാലിക്കുട്ടി SDPയെ കെട്ടിപ്പിടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അതെ, അത് നിങ്ങൾ തിരുത്തണം. ഞാൻ പറഞ്ഞു, അയ്യോ സുഹൃത്ത്, അത് പറ്റില്ല, അത് നിങ്ങളുടെ പാർട്ടിയുടെ നയാണ്. മന്ത്രിസ്ഥാന ലബ്ധിക്കുള്ള കൊതി കൊണ്ടും മന്ത്രിസഭാ പ്രവേശനത്തിനുള്ള മൂത്ത ഭൂതി കൊണ്ടുമാണ് കുഞ്ഞാലിക്കുട്ടി ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അളവറ്റും അതിരട്ടും പക്ഷം ചേർക്കുന്നത് എന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടാണ്, അത് മാറ്റാനാവില്ല എന്ന് ശഠിച്ചങ്ങ് പറഞ്ഞു. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയല്ലേ, മന്ത്രിക്കൂതി ഉണ്ട്, അല്ലാത്ത അധികാര കൊതിയുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നല്ല കുഞ്ഞാലിക്കുട്ടി SDPയെ സ്നേഹിക്കുന്നത്. പിണക്കണ്ടാച്ചിച്ച. ഞാൻ ചോദിച്ചു, അതെന്തേ? അല്ല, അതിനൊരു